രവി, നീ എന്താ എവിടെ നിൽക്കുന്നത്? ആർ യു ഓക്കേ? നോ, ഐ എം നോട്ട്. ഇങ്ങനെ പോയി എനിക്ക് ഭ്രാന്ത് പിടിക്കും. ചുറ്റും ബോഡി ഗാർഡ്സും ഗൺമാന്മാർ. ഇതിനേക്കാൾ നല്ലത് ആ ജിഡിയുടെ മുമ്പിൽ പോയി തലകുനിച്ചു കയ്യും കെട്ടി നിൽക്കുന്നതാ. രവി പ്ലീസ്, നീ ഈ രീതിയിൽ ചിന്തിച്ച പിന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ അർത്ഥശൂന്യാവും. ബി വിത്ത് മീ, സഹകരിക്കണം പ്ലീസ്. സോറി, നിനക്കിനി എന്ത് തോന്നിയാലും ശരി, ഞാൻ ഇനി പറയുന്നതാണ് സത്യം. നീ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്റെ വിലപ്പെട്ട സമയവും അത് രണ്ടുമാണ് അർത്ഥശൂന്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തോ എനിക്ക് എന്നോട് തന്നെ വല്ലാത്തൊരു വെറുപ്പും ദേഷ്യവും തോന്നുന്നു. ഞാനിവിടെ ഒരു ബീരുവിനെ പോലെ. ഒരിക്കലുമല്ല. ശത്രുവിനെ നേരിടാൻ ഒളിവിൽ താമസിക്കുന്നത് ഒരിക്കലും ഭീരുത്വമല്ല സാർ. അതിന് വേറൊരു പേരാണ് യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത്. രാജതന്ത്രം. അടവ് നയമെന്ന് ലോക്കൽ രാഷ്ട്രീയക്കാരും പറയാറുണ്ട്. കാരണം നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശത്രു അവന്റെ എല്ലാ അടവുകളും പയറ്റി നമ്മുടെ സ്വന്തം പാളയത്തിൽ വരെ കയറി കഴിഞ്ഞു എന്നാണ്. നമ്മുടെ മൂക്കിന്റെ തുമ്പത്ത് അവന്റെ കൈവിരൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ അമ്മയുടെ നേരെ മുന്നിൽ വരെ. അമ്മയുടെ മുമ്പിലോ? യെസ്. ഇതാണ് അവൻ അവിടെ നമുക്കായി അവശേഷിപ്പിച്ച തെളിവ്. എന്റെ അമ്മയുടെ മുന്നിൽ വന്ന അവനെ ഇന്ന് ഞാൻ വണ്ടിയെടുക്ക്, നമുക്കിപ്പോ പോണം. കമോൺ. എവിടെ പോകാൻ? ഏത് ദിക്കിൽ? എന്റെ വാക്ക് വിശ്വസിക്കുക. ഇവിടെ നമ്മളും ജിഡിയും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുട്ടിൽ നിന്നുകൊണ്ടാണ്. രണ്ടുപേർക്കും അറിയില്ല ആരെവിടെയാണെന്ന്. വെറുതെ ആയുധങ്ങൾ വീശുന്നു എന്ന് മാത്രം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന തന്ത്രമാണ് നിന്റെ ഈ ഒളിവിൽ താമസം. അതുകൊണ്ട് ആവേശം കയറുന്ന ജിഡി നിന്നെ തിരക്കിറങ്ങി നമ്മുടെ മൂക്കിന് കിഴക്ക് തന്നെ വന്ന് കയറും. അവിടെ വേണം നമ്മൾ വലവിരിക്കാൻ. വല വിരിച്ചിട്ട് ഇപ്പൊ അവൻ എന്റെ വീട്ടിലെത്തി അമ്മയുടെ മുന്നിൽ നേർക്ക് നേർവന്ന് നിന്നില്ലേ? എന്നിട്ട് നീ എന്ത് ചെയ്ത്? സമ്മതിച്ചു, വീട്ടിൽ ഞാൻ ഒരല്പം താമസിച്ചു. അതെന്റെ മിസ്റ്റേക്ക്. പക്ഷേ ഓഫീസിലും ഫാക്ടറികളിലും നീ സാധാരണ സഞ്ചരിക്കുന്ന എല്ലാ വഴികളിലും ഞാൻ നമ്മുടെ ആൾക്കാരെ വിന്യസിച്ചു കഴിഞ്ഞു. അവന്റെ അടുത്തൊരു നീക്കം എന്റെ കൈക്കുള്ളിലേക്കായിരിക്കും.
ഒരു അല്പം കൂടി ഇവിടെ സേഫായി ഇരുന്നാ മതി. ഈ GD യെ കയ്യും കാലും കെട്ടി നിന്റെ കാൽക്കീഴിൽ കൊണ്ടുവന്നിട്ട് തരും ഞാൻ. ഐ പ്രോമിസ്. വിശ്വസിക്കേ പ്ലീസ്. Morning, guys. Good morning, sir. Good morning, sir. Please eat. പെട്ടെന്ന് നിങ്ങളെല്ലാം ഞാൻ വിളിച്ചു വരുത്തിയത് ഒരു വിശേഷപ്പെട്ട കാര്യത്തിന് ഒപ്പീനിയൻ ചോദിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് മിസ്റ്റർ രഞ്ജിത്ത്. ഇദ്ദേഹം നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത കലണ്ടർ വർക്കുകളാണ് ഇവ. മിസ്റ്റർ രഞ്ജിത്ത്, പ്ലീസ്. സർ, ഇതിലെ മോഡൽസ് എല്ലാം വളരെ പോപ്പുലർ ആണ്. അതാണ് ഇതിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ. എങ്ങനെയുണ്ട് മിസ്റ്റർ രഞ്ജിത്തിന്റെ ഈ ഡിസൈൻസ്? It's fantastic, sir. നന്നായിരിക്കുന്നു. ആ, വെരി ക്ലാസി ആൻഡ് ഗ്ലാമറസ് സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം. കറക്റ്റുമാ. ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ട്രെൻഡ് മാത്രമല്ല, വെരി ക്യാച്ചിയാണ്. പെട്ടെന്ന് കണ്ണുകളിൽ തങ്ങി നിൽക്കും. ശരിയാണ് സർ. ഇത് ജനങ്ങളെ ആകർഷിക്കുമെന്നതിന് ഒരു ഡൗട്ടും ഇല്ല. ഇത് മാർക്കറ്റിൽ ഇറങ്ങിയാൽ നമുക്ക് നല്ല പരസ്യമായിരിക്കും. യാ, ഇതൊക്കെ തന്നെയാണ് ബേസിക്കലി എനിക്കും ഫീൽ ചെയ്ത കാര്യങ്ങൾ. പിന്നെ ഈ മോഡൽസ് എല്ലാം വളരെ പോപ്പുലർ ആയതുകൊണ്ട് ഈ വർഷം നമ്മുടെ രാജനന്ദിനി സാരീസിന്റെ സെയിൽസ് ഇനിയും ഇൻക്രീസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട നമുക്ക്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകളും അതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, രഞ്ജിത്തിന്റെ ഈ കലണ്ടർ ഡിസൈൻ മാർക്കറ്റിൽ ഒരു ട്രെൻഡി ആയി തീരുമെന്നുള്ളത് ഉറപ്പാണ്. സർ, അത് പിന്നെ സർ, can I have a look at it? യാ ഷുവർ. നജീബ്, ഫസി. നോക്ക്, ഇത് കൊള്ളാലേ. ശരി. സർ, these are all fantastic, sir. ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എന്താ, എല്ലാവർക്കും ഡിസൈൻ ഓക്കെ അല്ലേ? Okay. യെസ്. അപ്പൊ മിസ്റ്റർ രഞ്ജിത്ത്, ഇനി ഫോട്ടോഷൂട്ടിന് ഈ മോഡൽസിനെല്ലാം അറേഞ്ച് ചെയ്യാം. സർ, അതുപോലെ ഇവരെ കൊണ്ട് 3 വർഷത്തേക്ക് നമ്മുടെ കമ്പനിക്ക് വേണ്ടി മാത്രമായി കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കണം. ഇടയ്ക്കിടയ്ക്ക് സാരിയുടെ പ്രൊമോഷന് വേണ്ടി നമുക്ക് ഇവരെ തന്നെ യൂട്ടിലൈസ് ചെയ്യാലോ. ഷുവർ സർ, ഐ വിൽ ഡു ഇറ്റ് റൈറ്റ് അവേ. താങ്ക്സ്. ഓക്കെ ഗൈസ്, ഈ വർഷം സാരിയുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഇൻക്രിമെന്റ് തരാൻ ഞാൻ ചേട്ടായോട് റെക്കമെൻഡ് ചെയ്യാം. നൗ യു ക്യാൻ ഗോ. സാന്ദ്ര ആൻഡ് രാജാറാം, യു വെയിറ്റ് ഹിയർ. സർ,
ഒന്നും പറഞ്ഞിട്ട് എന്താ പ്രയോജനം? എന്തെങ്കിലും സജഷൻ പറയാന്ന് വെച്ചാ അപ്പ ആ സാന്ദ്ര മാഡം കണ്ണുരുട്ടി നോക്കും. പിന്നെ ഒന്നും തന്നെ പറയാനും തോന്നില്ല. അഥവാ ഞാൻ എന്തെങ്കിലും പറഞ്ഞ രഘുവർമ്മൻ സാറ് വലിയ റെസ്പോൺസും തരില്ല. എല്ലാരും കൂടി അങ്ങ് കൈയടിച്ച് പാസ്സാക്കിയിരിക്കുന്നു. ആ ഡിസൈൻ ആണെങ്കിൽ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്തതാ. രഘുവർമ്മൻ സാറായിരുന്നെങ്കിൽ എല്ലാം ചെന്ന് നേരിട്ട് പറയായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ആരോട് പറഞ്ഞ ആര് കേൾക്കാൻ? എന്നോട് പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. അയ്യോ രഘുവർമ്മൻ സാറ്! തിരിഞ്ഞു നോക്കണ്ട. ഞാൻ വന്നത് തന്റെ മനസ്സില് തന്റെ പരാതികൾ കേൾക്കാൻ. സർ, പക്ഷേ പേടിക്കണ്ടോ? കുറച്ചു നേരമായി താൻ ഒറ്റയ്ക്കിരുന്ന് സംസാരമായിരുന്നില്ലേ? വല്ലാതെ വിഷമിച്ച്. തനിക്കെന്താ ആ കലണ്ടറിന്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല. ശരി, വേണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്നു പറഞ്ഞൂടെ തനിക്ക്? പക്ഷേ മറ്റുള്ള എല്ലാവർക്കും ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടു സർ. കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാ എല്ലാരും കൂടി എന്നെ പച്ചയ്ക്ക് തിന്നാൻ വരും, പ്രത്യേകിച്ച് ആ സാന്ദ്ര മാഡം. അതുകൊണ്ട് ശരി, തന്നോട് തന്റെ മനസ്സെന്ത് പറയുന്നു? ഈ ഡിസൈൻ ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂന്നാ എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്റെ മനസ്സ് പറയുന്നത് കേൾക്കണം. താൻ വേറെ ആര് പറയുന്നതും കേൾക്കുകയും ചെയ്യരുത്. പക്ഷെ സർ, ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കല്ലോ, ഞാനില്ലേ തന്റെ കൂടെ? എന്തിനാ ഇങ്ങനെ വിസ്മയിച്ചു നോക്കുന്നത്? ചോദ്യം ഒന്നേ ഉള്ളൂ, തന്റെ മനസ്സിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ ഉത്തരം പറയണം. ഉണ്ട് സർ, തീർച്ചയായും ഉണ്ട്. അപ്പോ ഞാൻ പറയുന്നത് കേൾക്കുക. താൻ തന്നെ തന്നെ വിശ്വസിക്കണം. തനിക്ക് വിശ്വാസം പ്രധാനമല്ലേ? അതെ സർ, പ്രധാനമാണ്. എന്നാൽ പിന്നെ താൻ തന്റെ മനസ്സിൽ വിശ്വസിക്കുന്നത് നേരിട്ട് ചെന്ന് രഘുവിനോട് പറയണം. കാര്യം കഴിഞ്ഞില്ലേ? പക്ഷേ രഘുവർമ്മൻ സാർ സമ്മതിച്ചില്ലെങ്കിലോ? അത് രണ്ടാമത്തെ കാര്യം. ഒരു പ്രവൃത്തി ചെയ്യാതെ അതിന്റെ ഫലം പ്രവചിക്കാൻ നിൽക്കരുത്. ഇത് നേരിട്ട് പറയുന്നോണ്ട് തനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാവോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് രഘു പറയുന്നതെങ്കിലോ? നല്ലതാവില്ല എല്ലാവർക്കും. നോക്ക്, ഒരു കാര്യം തെറ്റാണെന്നറിഞ്ഞിട്ടും അത് പറഞ്ഞു തിരുത്താതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കാട്ടിലും വലിയ തെറ്റാണ്. താൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. And never say yes whenever you want to say no. Do you understand? Yes sir. Then just do it. All the best. അയ്യോ, സാരദ എവിടെ പോയി? Never say yes. താങ്ക് യു സർ. സോ ഫൈനലൈസ് ചെയ്ത ഡിസൈൻസ് എല്ലാം 2 ദിവസത്തിനുള്ളിൽ റെഡിയായി കിട്ടിയിരിക്കണം. അതിന് മുടക്കം ഉണ്ടാവരുത്, പറഞ്ഞു കേട്ടല്ലോ? ഷുവർ സർ, ഇറ്റ് വിൽ ബി ഡൺ. വൺ മോർ തിങ്, പോകുന്നതിന് മുമ്പ് നമ്മുടെ അക്കൗണ്ട്സ് ഹെഡ് ഉമാദേവിയെ മീറ്റ് ചെയ്യണം. മോഡ് ഓഫ് പേയ്മെന്റ് ഉമാദേവിയോട് സംസാരിച്ചാൽ മതി. സാന്ദ്ര സർ. ഇദ്ദേഹത്തെ കൊണ്ടുപോയിക്കോളൂ. യെസ് സർ. ഓക്കെ. വരൂ മിസ്റ്റർ രഞ്ജിത്ത്. മാഡം. ശ്രീലക്ഷ്മി എന്താ ഇവിടെ? നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞതാണല്ലോ നേരത്തെ. സോറി മാഡം, നേരത്തെ കാലണ്ടർ ഡിസൈൻസിനെ പറ്റി രഘുവർമ്മൻ സാറ് എല്ലാവരോടും അഭിപ്രായം ചോദിച്ചിരുന്നു. അതിനപ്പം തന്നെ എല്ലാവരും ഒപ്പീനിയൻസും പറഞ്ഞതാണല്ലോ.
ഇനിയും നിനക്കെന്താ വേണ്ടത്? സോറി, എനിക്കന്നേരം അഭിപ്രായം പറയാൻ അവസരം കിട്ടിയില്ല. രണ്ടാമതൊന്ന് ആലോചിച്ചപ്പോ എനിക്കും ചില നിർദ്ദേശങ്ങൾ പറയണമെന്ന് തോന്നി. ഓ മൈ ഗോഡ്, സി ഈ ഓഫീസില് സീനിയേഴ്സ് ഉൾപ്പെടെ എല്ലാവരും ആ വിഷയത്തിൽ അവരവരുടെ ഒപ്പീനിയൻസ് പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി നിന്റെ സജഷൻസ് ഇവിടെ ആർക്കും വേണമെന്നില്ല. യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു യുവർ വർക്ക്. സോറി മാഡം. പറയേണ്ട കാര്യങ്ങൾ ശരിയായ സമയത്ത് പറയേണ്ടവരുടെ മുന്നിൽ കൃത്യമായി പറയണമെന്നാണ് രഘുവർമ്മൻ സർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് രഘുവർമ്മൻ സാറിനോട് സംസാരിച്ചേ പറ്റൂ. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് അറ്റ് ഓൾ. രഞ്ജിത്ത്, 1 minute. എക്സ്ക്യൂസ് മീ സർ. എന്റെ അഭിപ്രായ പ്രകാരം ഈ ഡിസൈൻസ് ഒന്നും നമ്മുടെ രാജനന്ദിനി സാരികൾക്ക് തീരെ യോജിക്കില്ല എന്നാണ് തോന്നുന്നത്. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? Exactly, sir. She's talking rubbish. താൻ പറഞ്ഞു വരുന്നത് ഇതിൽ തീരുമാനമെടുത്ത ബാക്കിയുള്ളവരെല്ലാം വിഡ്ഢികളാണെന്നാണോ? അയ്യോ സർ, ഒരിക്കലും ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ രാജനന്ദിനി സാരികൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് മിഡിൽ ക്ലാസ് കുടുംബങ്ങളിലാണ്. പക്ഷേ ഈ ഡിസൈൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന മോഡൽസ് ഭയങ്കര മോഡേൺ ആണ് സർ. ആർക്കും ഒരു മിഡിൽ ക്ലാസ് ലുക്ക് ഇല്ല. ഈ മോഡൽസിനെ കാണുമ്പോഴേ എല്ലാവർക്കും അറിയാൻ പറ്റും ഇവരെല്ലാം ഈ പരസ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ സാരി ധരിച്ചിരിക്കുന്നതെന്ന്. That's the highlight, ശ്രീലക്ഷ്മി. എത്രയോ സാധാരണ വീട്ടിലെ പെൺകുട്ടികൾക്ക് ഈ മോഡൽസിനെ പോലെ ഗ്ലാമറസ് ആവണമെന്നും റിച്ച് ആവണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോ അവര് ഈ മോഡൽസിനെ കണ്ട് സാരി വാങ്ങില്ലേ? അങ്ങനെ വേണം നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ. പക്ഷെ മാഡം, ഇത് നമ്മൾ ഗ്ലാമറസ് മോഡൽസിനെ വെച്ച് സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതായി വ്യാഖ്യാനിക്കപ്പെടും. ഞാൻ ചോദിക്കുന്നത് നമുക്ക് നമ്മുടെ സംസ്കാരവും പൈതൃകവും കാത്തു സൂക്ഷിക്കുന്ന തരം ഡിസൈൻസ് അല്ലേ നല്ലതെന്നാ. എക്സ്ക്യൂസ് മീ സർ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. നമുക്ക് വീട്ടുകളോട് വാദിക്കാം, അതേപോലെ ബുദ്ധിമാന്മാരോടും. പക്ഷേ ഇതിന് രണ്ടിനും നടുവിൽ നിൽക്കുന്ന കുറെ പേരുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇവളെ പോലെ തന്നെ. അവരോട് വാദിക്കാൻ നിന്നാലേ നമുക്ക് ഭ്രാന്ത് പിടിക്കും. So, it's better for me to make a move. വരൂ മിസ്റ്റർ രഞ്ജിത്ത്, നമുക്ക് പോവാം.